योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. തീർത്ഥം എന്ന് വെച്ചാൽ പവിത്രീകരിക്കുന്നത് എന്നാണ് അർത്ഥം. എപ്പോഴാണ് പവിത്രത ഉണ്ടാവുന്നത്? എപ്പോ പവിത്രീകരിക്കപ്പെടും? അപവിത്രമായിട്ട് എന്താണ് ഉള്ളത്? ചഞ്ചലമായ മനസ്സ് തന്നെയാണ് അപവിത്രം. ബഹിർമുഖമായ മനസ്സ്. അപവിത്ര പവിത്രോ വാ സർവാവസ്ഥാം ഗതോപി വാ യസ്മരേത് പുണ്ഡരീകാക്ഷം സ ബാഹ്യ അഭ്യന്തര ശുചി എന്നൊരു ശ്ലോകം സാധാരണ ചൊല്ലും. സങ്കല്പത്തിലൊക്കെ ചൊല്ലും. ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പാപത്തിനെയും എൻലിസ്റ്റ് ചെയ്ത് പറയുകയും ചെയ്യും. എത്ര അപവിത്രമാണെങ്കിലും യസ്മരേത് പുണ്ഡരീകാക്ഷം, ആരാണ് ഭഗവാനെ സ്മരിക്കണത്? സ ബാഹ്യ അഭ്യന്തര ശുചി, ആന്തരികവും ബാഹ്യവുമായി അയാള് ശുചിയായിട്ട് തീരും. പുണ്ഡരീകാക്ഷൻ എന്ന് വെച്ചാൽ ഹൃദയസ്ഥനായ അന്തര്യാമിയാണ്. ആ അന്തര്യാമിയെ കാണുമ്പോൾ അഥവാ ആത്മജ്ഞാനം ഉള്ളിൽ തെളിയുമ്പോഴാണ് പവിത്രത ഉണ്ടാവണത്. പവിത്രത ഉണ്ടാവാൻ കാരണം ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഈ അഹങ്കാരമല്ല, നിത്യശുദ്ധമായ സത്യമാണ് എന്ന് ഉള്ളില് ഉൾക്കാഴ്ച ഉണ്ടാവും, ഇൻസൈറ്റും ഉണ്ടാവും. അതിന് ഒരു ക്ഷണനേരം ഉണ്ടായാൽ പോലും അത് സമാധി തന്നെയാണ്, ജ്ഞാനസമാധി. അത്തരത്തിലുള്ള ഉൾക്കാഴ്ച കൊണ്ടാണ് പവിത്രത ഉണ്ടാവണത്, പരിശുദ്ധി ഉണ്ടാവണത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേന ആത്മനി വിന്ദതി. ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നും തന്നെയില്ല. ജ്ഞാനം എങ്ങനെ ഉണ്ടാവുന്നു? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ. ശ്രദ്ധ ഉണർന്നു കഴിയുമ്പോ ജ്ഞാനം ഉണ്ടാവുന്നു. ഗുരുവാക്യ ശ്രവണം കൊണ്ടും അന്തർമുഖമായ വിചാരം കൊണ്ടും ക്രമേണ നമ്മളുടെ ഞാൻ എന്ന അനുഭവം ശുദ്ധ ചിത്തായിട്ട് സ്വതന്ത്രമായിട്ട് അവബോധമായിട്ട് ഉള്ളില് പ്രകാശിക്കും. അവിടെ ഭഗവാൻ പ്രകാശിക്കും, അന്തര്യാമി പ്രകാശിക്കും. അത് തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സത്യം, ജ്ഞാനം, അനന്തം. അതിന്റെ അനുഭവമോ ശാന്തിയാണ്. മനസ്സ് എപ്പോ സമ്പൂർണമായി ഉപരമിക്കുന്നുവോ, മനസ്സ് എപ്പോ ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങുന്നുവോ അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ. മനസ്സമാധാനം എന്ന് പറയുന്ന വാക്ക് തെറ്റാണെന്നാണ്. സമാധാനമുള്ളപ്പോ മനസ്സില്ല, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ സമാധാനമില്ല. മനസ്സെപ്പോ അടങ്ങുന്നുവോ, നിശ്ചലമാവുന്നുവോ, അതിന്റെ മൂലത്തിൽ അടങ്ങുന്നുവോ, വാസനാമയമായി ചലിക്കാതിരിക്കുന്നുവോ, ബോധപൂർവം ആ സ്ഥിതി നമുക്ക് വരുമ്പോ, ഉറക്കത്തിൽ വരുന്നുണ്ട് ദിവസം, അങ്ങനെയല്ലാതെ ബോധപൂർവം ജാഗ്രത അവസ്ഥയിൽ
ജാഗ്രതയായിട്ടിരിക്കുമ്പോ, അലേർട്ട്നെസ്സോടെ ഇരിക്കുമ്പോ നിശ്ചലത, സ്റ്റിൽനെസ് വരുന്നുവോ, ആ സ്ഥിതിക്കാണ് സമാധി എന്ന് പേര്. അവിടെ കേവലമായ ചിത്ത്, ബ്രഹ്മം അഥവാ പരമാത്മസ്വരൂപം ഹൃദയത്തിൽ പ്രകാശിക്കണു, ശാന്തി ഉണ്ടാവണു. ആ ശാന്തിയാണ് എല്ലാ തീർത്ഥയാത്രയുടെയും സകലത്തിന്റെയും ലക്ഷ്യം. നാടും നഗരമും നൽത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെன்று പാടുമിൻ, പാടിപ്പണിമിൻ പണിന്തപിൻ കൂടിയ നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ എന്ന് തിരുമന്ദിരത്തില് പാടി. മെനക്കെട്ട് തീർത്ഥയാത്രയൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും ചെല്ലൂ. നാടും നഗരമും നത്തിരുക്കോയിലും തേടിത്തിരിന്ത് ശിവപെരുമാനെன்று പാടുമിൻ. ഈ ഭക്തന്മാരൊക്കെ അവിടെ പോയി പല ക്ഷേത്രങ്ങളും ദർശിച്ച് ഭഗവാനെ പാടി അവസാനം നെഞ്ചത്ത് കോയിലായിക്കൊള്ളുവനെ, നമ്മൾ തേടി അലഞ്ഞ ഭഗവാൻ ഹൃദയത്തില് പ്രകാശിക്കാം. അപ്പൊ തീർത്ഥയാത്ര വേണ്ടാന്ന് പറഞ്ഞില്ല. തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾക്ക് വീട്ടിലിരുന്നിട്ട് ഭഗവത് ധ്യാനം ചെയ്യാൻ കഴിയില്ല, തീർത്ഥയാത്ര കൊണ്ടാണ് സാധിക്കണതെങ്കിൽ നടക്കട്ടെ. ഏകാന്തമായി അങ്ങനെ നടന്ന് ഭഗവത് ധ്യാനം ചെയ്ത് തീർത്ഥയാത്ര പഴയകാലത്തൊക്കെ നടക്കലാണ്. ഇന്നും ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നടക്കാം, നടന്ന് ഹൃദയത്തില് തനിയെ ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ട് ഏകയേവ ചരേത് തസ്മാത് കുമാര്യ ഇവ കങ്കണ എന്ന് ഭാഗവതം. ഏകയേവ ചരേത്, തനിയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നടന്ന് സഞ്ചാര സമാധി. അങ്ങനെ നടന്ന് നാമം ജപിക്കലൊക്കെ അങ്ങനെ പഴകാം, നടന്നുകൊണ്ടൊക്കെ. അപ്പൊ കാലിങ്ങനെ നടക്കും, ഉള്ളിലെങ്ങനെ ജപം നടക്കും, ഭഗവത് ധ്യാനം നടക്കും, ആത്മവിചാരം നടക്കും. അങ്ങനെയൊക്കെ പഴകി തീർത്ഥയാത്ര ചെയ്യുകയാണെങ്കിൽ അവസാനം അതിന്റെ ഫലം എന്താ? മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയാ മണികർണികാച. മനസ്സ് പരിപൂർണമായി നിവൃത്തമായി പരമമായ ഉപശാന്തിയിലേക്ക് വരുന്നു, ഉപരമണത്തിലേക്ക് വരുന്നു. അത് തന്നെ തീർത്ഥം. സത്സംഗത്തിൽ അത് എളുപ്പത്തിൽ നടക്കുന്നത് കൊണ്ട് ഭാഗവതം പറഞ്ഞു, സത്സംഗം എവിടെ നടക്കുന്നു അവിടെ എല്ലാ നദികളും എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും എല്ലാ തീർത്ഥസ്ഥലങ്ങളും എല്ലാം ഉണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഇഫക്റ്റ് എന്താ? പരമോപശാന്തി, മനോനിവൃത്തി. ബഹിർമുഖമായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് അന്തർമുഖമായി തിരിഞ്ഞ് തന്റെ പിറപ്പിടം എവിടെയോ അവിടെ വന്നിരിക്കണം. മനസ്സിന്റെ പിറപ്പിടം ആത്മാ തന്നെയാണ്. ആത്മാവിൽ നിന്നല്ലാതെ മനസ്സ് എവിടെ നിന്ന് ഉദിക്കും? മനസ്സുദിച്ച ശേഷമാണ് ജഗത്ത് മുഴുവൻ തോന്നണത്. മനസ്സുദിച്ച ശേഷമാണ് ഞാൻ എന്നുള്ള ഈ സെപ്പറേറ്റ് അസ്യൂംഡ് പേഴ്സണാലിറ്റി ഉണ്ടാവണത്, വ്യക്തിത്വം ഉണ്ടാവണത്. അല്ലേ? ഉറക്കത്തിൽ മനസ്സ് ലയിക്കുമ്പോ ഞാൻ എന്ന വ്യക്തിത്വം മറിഞ്ഞു പോണമല്ലോ. ലയമാവുമ്പോ മനസ്സ് ഉദിച്ച ഉടനെ ആദ്യം ഞാൻ എന്ന് തോന്നി, ഞാൻ ഇന്ന ആളാണെന്നൊക്കെ തോന്നി. പിന്നെ ഈ ജഗത്തിനെയൊക്കെ കാണുന്നു. ഇപ്പോ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഐഡിയ ഈ മനസ്സ് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരാളാണ് ഇപ്പോ നമ്മളില് ഞാനായിട്ടിരിക്കുന്നത്. അതെന്റെ യഥാർത്ഥ ഞാനല്ല. എന്റെ യഥാർത്ഥ ഞാൻ, എന്റെ യഥാർത്ഥ സത്ത. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ പല ആളുകളും പറയണത് ഇല്ലല്ലോ എന്നാണ്. ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റില് നമ്മളുണ്ടോ ചോദിച്ചാൽ സാധാരണ ആളുകളുടെ എക്സ്പ്രഷൻ ഇല്ലല്ലോ എന്നാണ്. അതായത് ഇപ്പൊ ഞാൻ ആരാണെന്ന് കരുതിയിരിക്കുന്നുവോ ആ ഞാൻ അവിടെ ഇല്ലാതാവുകയും, പിന്നെ അവരോട് ചോദിച്ചാൽ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ പറയാം അതുണ്ടെന്നുള്ളു. അപ്പൊ ആ ജീവൻ ആരാണ്? നിങ്ങളില്ല, ഒരു ജീവൻ ഉണ്ടെന്ന് വെച്ചാൽ ജീവൻ വേറെ നിങ്ങൾ വേറെയാണോ?
അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഇത്തിരി ചിന്തിക്കുന്നത്. അപ്പൊ ഞാനില്ല, പക്ഷെ സത്തയുണ്ട്. അപ്പൊ ഈ ഞാനെന്ന് പറയുന്നത് എന്റെ ഉണ്മയായ ഞാനല്ല. സുഷുപ്തി അവസ്ഥയിലും ഏതൊന്നുണ്ടോ, സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിലും ഏതൊന്നുണ്ടോ, അത് എന്റെ യഥാർത്ഥ സത്തയാണ്. അപ്പൊ ജാഗ്രതത്തിൽ ശ്രദ്ധിച്ചാൽ പതുക്കെ പതുക്കെ നമ്മൾ വിചാരം ചെയ്ത് ഉള്ളിൽ പോകുമ്പോ നമ്മൾ പതുക്കെ കാണും നമ്മളെ തന്നെ. പല സമയവും നമ്മൾ വ്യക്തിയായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ഈ വ്യക്തിത്വമൊന്നുമില്ല. വ്യക്തിത്വം ചിന്തിക്കുമ്പോഴേ ഉള്ളൂ. കണ്ണാടിയിൽ നോക്കുമ്പോ നമ്മളുടെ വ്യക്തിത്വം കാണുന്ന പോലെ റിഫ്ലക്ഷൻ. കണ്ണാടിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇല്ല അല്ലെ, നോക്കുമ്പോ ഉണ്ട്. അതേപോലെ ഞാൻ എന്ന ഇമേജ് ചിത്തവൃത്തികൾ വരുമ്പോഴേ ഉള്ളൂ. അപ്പൊ ചിത്തവൃത്തികൾ ഉദിക്കാതെ മൂലത്തിൽ അടങ്ങുന്നതാണ് പരമ ഉപശാന്തി എന്ന് പറഞ്ഞു. മനോനിവൃത്തി പരമോപശാന്തി. മനസ്സ് നിവൃത്തമാവുക. ബഹിർമുഖമായി മനസ്സ് പോകുന്നത് പ്രവൃത്തിയാണ്, അന്തർമുഖമായി മനസ്സ് തിരിയുന്നത് നിവൃത്തിയാണ്. നമ്മളുടെ അധ്യാത്മസാധന മുഴുവൻ മനസ്സിനെ അന്തർമുഖമായി തിരിച്ചുവിടുന്നതിലാണുള്ളത്. അതിനെന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കണം. പതുക്കെ പതുക്കെ അതിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം. ഉൾനാടുളത്തൊളിരും. രമണ ഭഗവാൻ ആത്മവിദ്യാകീർത്തനം എന്ന് ഒരു പാട്ടിൽ പറയണം, ഉൾനാടുളത്തൊളിരും അണ്ണാമലയേൻ ആൻമാ കാണുമേ, അരുളും വേണുമേ അൻപു പൂണുമേ ഇൻപു തോണുമേ. ഉൾനാടുളത്തൊളിരും അണ്ണാമലയിൻ ആൻമാ കാണുമേ. മനസ്സ് ഉന്മുഖമാവുമ്പോഴാണ് അരുണാചലത്തിനെ ഹൃദയത്തിൽ കാണുന്നത്. അപ്പോഴാണ് അതിനെന്തു വേണം? അരുളും വേണുമേ. അരുളെന്ന് വെച്ചാൽ കൃപ. സദ്ഗുരു കൃപയോ മഹാത്മാക്കളുടെ കൃപയോ സത്സംഗത്തിന്റെ ബലമോ ഒക്കെ എന്തിനാണ്? നമ്മളുടെ ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചുവിടാൻ. ഉന്മുഖമായി അന്തർമുഖനായിരിക്കുന്ന ഒരു ജ്ഞാനിയുടെ സമ്പർക്കം ഉണ്ടാവുമ്പോ നമുക്ക് നമ്മളുടെ മനസ്സ് നമ്മളെ അറിയാതെ അന്തർമുഖമാവും. അവരിയ്ക്കുന്ന ഇരുപ്പ്, അവരുടെ എന്താ രാമകൃഷ്ണദേവൻ പറയും, അടയിരിക്കണ കോഴിയെ പോലെയുള്ള ഇരുപ്പ് എന്നാണ്. അടയിരിക്കണ കോഴിയെ പോലെ അന്തർമുഖ ദൃഷ്ടിയോടുകൂടെയുള്ള യോഗികളുടെ ഇരുപ്പ്, അതിന് പക്വതയുള്ള ആളുകളിലേക്ക് അത് പകർന്നു കിട്ടുമെന്ന്. അപ്പോ സത്സംഗത്തില് നമ്മളറിയാതെ നമ്മളുടെ മനസ്സ് അന്തർമുഖമാവുകയും വിഷമമില്ലാതെ അന്തർമുഖത സിദ്ധിക്കുകയും മനസ്സ് നിവൃത്തമാവുകയും ചെയ്യും. നിവൃത്തമാവുമ്പോൾ അതിന് മനസ്സെന്ന് പേരില്ല, ചിത്ശക്തി എന്ന് പേര്. പ്രവൃത്തമാവുമ്പോ അതിന് ചിത്ശക്തി എന്ന് പേരില്ല, മനസ്സെന്ന് പേര്. ഒരേ സാധനം തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിലുണ്ട്, ചിത്ശക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക. അത് ബഹിർമുഖമാവുമ്പോ അത് ജഡശക്തി എന്നാണ്. എന്നുവെച്ചാൽ ഇറ്റ് വിൽ കോൺസ്റ്റന്റ്ലി കണക്ട് യു ടു ഇനേർട്ട് തിങ്സ്. അതുകൊണ്ട് അതിന് ജഡശക്തി എന്ന് പേര്. അത് തന്നെ അന്തർമുഖമായി നമ്മളെ ഭഗവാന്റെ അടുത്ത് നമ്മളുടെ തന്നെ മൂലത്തിലേക്ക് നമ്മളെ ബന്ധിക്കുമ്പോ, കണക്ഷൻ അങ്ങടേക്ക് ആക്കി തരുമ്പോ അത് ചിത്ശക്തി എന്ന് പേര്. നമ്മൾ നാമം ജപിക്കുന്നതും ഭഗവത് ധ്യാനം ചെയ്യുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്. മനസ്സിനെ അന്തർമുഖമാക്കാൻ. നമ്മൾ അന്വേഷിക്കുന്ന വസ്തു നമ്മളുടെ പിറപ്പിടത്തിൽ മൂലത്തിൽ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് നമ്മളുടെ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി നമ്മളുടെ മരണത്തിനെ നമ്മൾ തന്നെ കാണുകയാണ്. എന്നുവെച്ചാൽ നമ്മളെന്ന് ധരിച്ചിരിക്കുന്ന ഈ വ്യക്തിത്വം, അജ്ഞാനകൃതമായ ഈ ഇമേജ്, അത് സമ്പൂർണമായി ഇല്ലാതാവുന്നതും നിത്യശുദ്ധമായ സത്യം ഹൃദയത്തിൽ പ്രകാശിക്കുന്നതും നമ്മൾ തന്നെ കാണുന്നു. അപ്പോഴാണ് പരമോപശാന്തി, പരമമായ ശാന്തി. ശാന്തി തന്നെയാണ് ജ്ഞാനം, ശാന്തി തന്നെയാണ് മോക്ഷം, ശാന്തി തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം, ശാന്തി തന്നെയാണ് ഭക്തിയുടെ പരമമായ ലക്ഷ്യം.
വാസ്തവത്തിൽ ശാന്തി ആർക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവൻ മറ്റൊന്നും പിന്നെ ആഗ്രഹിക്കില്ല. ബാക്കി എല്ലാ അനുഭവങ്ങളും മനസ്സിന്റെ സഹായത്തോടുകൂടിയുള്ളതാണ്, വികാരങ്ങളോടുകൂടിയുള്ളതാണ്. ശാന്തി വികാരമല്ല. ശാന്തിയെ അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ശാന്തി എന്നുള്ളതൊരു വികാരാനുഭവമല്ല. എത്ര നേരം വേണമെങ്കിൽ അതിലിരിക്കാം. അത് നമ്മളുടെ സ്വരൂപമാണ്. ശാന്തി നമ്മളുടെ സ്വരൂപമാണ്. മനസ്സ് വന്ന് അതിൽ മൂടുപടമിടുമ്പോഴാണ് ഒന്നിൽ ചിത്തവൃത്തികൾ ഉദിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ചെയ്യുന്നത്. രണ്ടും മനസ്സാണ്. മനസ്സിന് രണ്ട് കാര്യമേ അറിയുള്ളൂ. ഐദർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് തോട്ട്സ് ഓർ ഇറ്റ് വിൽ ക്രിയേറ്റ് ഓർ ഇറ്റ് വിൽ ഗോ ടു ടോർപോർ, സ്ലീപ്പ്. ഉറക്കവും മനസ്സിന്റെയാണ്, ചിത്തവൃത്തികളും മനസ്സിന്റെയാണ്. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി അതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേണം അറിവായി. ഉണരരുത് എന്ന് വെച്ചാൽ ചിത്തവൃത്തികളെ പൊന്തിക്കരുത് എന്നാണ്. ഉറങ്ങിടാതിരുന്നിടേണം. ചിത്തവൃത്തികളെ അടക്കിയാൽ എന്ത് ചെയ്യും? ഉറങ്ങും അല്ലേ? പലരും നാമം ജപിക്കുന്നതൊക്കെ എന്തിനാ? ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി നാമം ജപിച്ചാൽ നല്ലവണ്ണം ഉറക്കം വരും. നാമം ജപിക്കാൽ നാമജപവും ഉറക്കവും കൂടെ കണക്ഷനാണ്. നാമം ജപിക്കുമ്പോൾ എന്താവുന്നു? ബഹിർമുഖമായ മനസ്സ് ചിത്തവൃത്തികളെ ഉദിക്കാൻ അനുവദിക്കാതെ ആവുമ്പോ പിന്നെ അതിന് ഒരു പോക്കിടമേ ഉള്ളൂ, ഉറക്കം. അപ്പോഴും മനസ്സ് ജീവിക്കുന്നു. അപ്പൊ ഉറക്കവുമില്ല. ഉറക്കത്തിനാണ് ലയം എന്ന് പറയുന്നത്. ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ട ഒരു ഉറക്കമുണ്ട്, അതുപോട്ടെ. പക്ഷെ നമ്മളുടെ അധ്യാത്മ സാധനാ വിഷയത്തിൽ സാക്ഷാത്കാര മാർഗത്തിലേക്ക് നമ്മൾ ധ്യാനത്തിനും ആത്മവിചാരത്തിനും ശ്രമിക്കുമ്പോ മനസ്സെന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. ഒരു രമണ ഭഗവാൻ വിരൂപാക്ഷ ഗുഹയിലിരിക്കുമ്പോ സന്യാസി വേഷം കെട്ടിയിട്ടുള്ള ചിലർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് മഹർഷിയെ. അപ്പൊ അതിൽ ബാലാനന്ദൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മഹർഷിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ മഹർഷി മിണ്ടാതിരിക്കണത് കൊണ്ട് ഇയാള് മഹർഷിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറയും, இந்த കുഴந்தை എന്നോട് ശിഷ്യൻ, ഈ കുട്ടി എന്റെ ശിഷ്യനാണ്, പണമൊക്കെ വെച്ച് നമസ്കരിക്കും എന്നൊക്കെ പറയും. വരുന്ന വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ. എന്നിട്ട് അതൊക്കെ എടുത്തോണ്ട് പോകും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി അഭ്യാസം പറഞ്ഞു കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞു. മഹർഷിയുടെ തലയിലൊക്കെ പിടിച്ച് പ്രാണനെ അടക്കിക്കോളൂ, ഞാൻ നിനക്ക് നിർവികൽപ്പ സമാധി തരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് അതൊരു തമാശ. വാസുദേവ ശാസ്ത്രി ചിലരൊക്കെ ചുറ്റും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പില് ഞാനിതാ എന്റെ ശിഷ്യന് നിർവികൽപ്പ സമാധി കൊടുക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് നാഡി പിടിക്കലും പ്രാണനെ പിടിക്കലും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. മഹർഷി ഒരു അനക്കമില്ലാതെ കണ്ണു തുറന്ന് നിശ്ചലമായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രാണനെ പിടിക്കൂ എന്നൊക്കെ പറഞ്ഞ്, നോക്കൂ ഞാനിതാ നിർവികൽപ്പ സമാധിയിലേക്ക് പ്രവേശിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ച് മൂപ്പരി ഇരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞത് ഉറങ്ങിയും പോയി. മൂപ്പര് ഉറങ്ങിപ്പോയി. അധികം പേരുടെയും ധ്യാനമൊക്കെ എങ്ങനെയാണ്? ധ്യാനിക്കാനെന്ന് പറഞ്ഞ് ഉള്ളിൽ പോയാൽ ഉറക്കത്തിൽ പോകും. നമ്മളുടെ ജന്മത്തിന് പുറകിൽ ഒരു ഉറക്കമുണ്ട്. ആ ഉറക്കത്തിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മള്. ആ ഉറക്കത്തിന്റെ തിരശീലയാണ് സത്യത്തിനും നമുക്കും നടുവിൽ നിൽക്കുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ തിരശീലയിൽ ഓരോ നാരായി പിഴുത്തെടുത്ത് ആ തിരശീല തന്നെ ഇല്ലാതാക്കണവരെ നമ്മൾക്ക് സത്യദർശനം പൂർണ്ണമാവില്ല.
പല രാഗദ്വേഷങ്ങൾ കൊണ്ടും പല വസ്തുക്കളോടുള്ള ആസക്തി കൊണ്ടും ദേശകാല നിമിത്തങ്ങളായി മാറി കാലാദിയാകിയ മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതി മൈ. ആ മഹാമായ കാലാദിയാകിയ മൃദു നൂലാലെ നെയ്യുമൊരു ലീലാപടം. ദേശകാല നിമിത്തങ്ങളാവുന്ന നൂലുകൊണ്ട് നെയ്തു പിടിപ്പിച്ചിട്ടുള്ള ഒരു പടം, ഒരു തിരശീല. ആ തിരശീലയാണ് നമ്മൾ മനസ്സെന്ന് പറയണത്. അതിന് ആവരണം എന്ന് പറയണു. ആ ആവരണം സത്യത്തിനെ മറച്ചിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിയുമ്പോഴും ബോധിക്കണില്ല, എത്ര കേട്ടാലും ബോധിക്കണില്ല. ആ തിരശീലയിൽ ഓരോ നൂലായിട്ട് പിഴുത്തെടുക്കുകയാണ് നമ്മൾ സാധനയിലൂടെ ചെയ്യണത്, അല്ലേ? ഒരു സ്ക്രീനില് ഓരോ നൂലായി എടുത്തിട്ട് അവസാനം സ്ക്രീൻ ഇല്ലാതാക്കണ പോലെയാണ് രാഗദ്വേഷം ഇല്ലാതാക്കുകയും ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയും ഒക്കെ. സദ്ഗുരു കൃപയുണ്ടാകുമ്പോ സ്ക്രീന് തന്നെ തീ പിടിക്കും. നിരാവരണ ദൃഷ്ടികളായിട്ട് തീരുന്നതാണ്. ആവരണം ഒഴിഞ്ഞു പോവും. ആവരണം ഒഴിയുമ്പോ അപരോക്ഷമായി സത്യം പ്രകാശിക്കും. ഉള്ളിലുള്ള മറ നീങ്ങുമ്പോ, മനസ്സ് നിവൃത്തമാവുമ്പോ പരമമായ ശാന്തി ഉണ്ടാവും. ആ പരമമായ ശാന്തി നമ്മളുടെ വ്യക്തിത്വം എന്ന് നമ്മൾ പറയുന്ന സത്ത ഉണ്ട് എന്നുള്ള അനുഭവം, അതോടുകൂടെ ഞാനെന്ന് പ്രകാശിക്കുന്ന ഈ വസ്തു, അത് തന്നെ ശാന്തിയെ സ്വരൂപമായി ജ്വലിക്കും. ഭ്രാജത് വിഭ്രാജതേതദ് യതയോ വിശന്തി. വിഭ്രാജമാനം, അത് പ്രകാശിക്കും. അതിനാണ് പരമശാന്തി എന്ന് പറഞ്ഞത്. ആ പരമശാന്തിയെ ഉള്ളിൽ ഒരിക്കൽ അനുഭവിച്ചാൽ പരിപൂർണമായ തൃപ്തി, വീണ്ടും വീണ്ടും അങ്ങോട്ട് പോവാനുള്ള ആകർഷണം ഉള്ളിലുണ്ടാവും. ശ്രീരാമകൃഷ്ണദേവൻ ഉദാഹരണം പറയും. ഈ പഴയകാലത്ത് നെല്ലും അരിയും ഒക്കെ വെച്ചിരിക്കുന്ന നെല്ലറയ്ക്കുള്ളില് പാമ്പും എലിയും ഒക്കെ വരുമെന്ന് പറഞ്ഞ് അതിന് കാവലായിട്ട് ഒരു കീരിയെ നിർത്തും അത്ര. അപ്പൊ കീരിക്ക് കുറച്ച് ഇതൊന്ന് ഭക്ഷണം തിന്നാം, കാവൽ നിൽക്കണത്. പക്ഷെ ആ കീരിക്ക് അധികമൊന്നും തിന്നാൻ പറ്റില്ല. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, കീരി മുകളിൽ തൂണിന്റെ മേലെ ഒരു ചെറിയൊരു കൂട് കെട്ടിയിട്ട് അതിനകത്താണ് ഇരുത്തുക. അതിന് വേണമെങ്കിൽ പുറത്ത് ചാടി അതിന് ചുവട്ടിൽ വന്ന് ഇറങ്ങാം. പക്ഷെ മറ്റേ സൈഡിൽ ഒരു കയറ് കെട്ടിയിട്ട് വളരെ വെയിറ്റിൽ ഒരു കല്ലും തൂക്കിയിട്ടുണ്ടാവും. ആ കല്ല് ചുവട്ടിൽ ഇറങ്ങും തോറും കീരി മുകളിൽ പോകും. അത് ചുവട്ടിൽ അധിക നേരം നിന്ന് അതിന് തിന്നാൻ പറ്റില്ല. കുറച്ച് മെനക്കെട്ട് ചുവട്ടിൽ വന്നിത്തിരി ഭക്ഷിച്ച് കഴിയുമ്പോഴേക്കും മുകളിലേക്ക് അത് വലിക്കും. അങ്ങനെ എന്തോ ഒരു അറേഞ്ച്മെന്റാണ്. അതേപോലെ ഉള്ളിൽ ഈ വസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ പുറത്തൊക്കെ ഒരു പക്ഷെ പഴയ വാസന കൊണ്ട് ആകർഷണം ഉണ്ടായാലും ആ ഉള്ളിൽ കണ്ടത് ഉള്ളിലേക്ക് വലിക്കും. ഉള്ളിൽ കണ്ട വിശ്രാന്തി സ്ഥാനത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകും. ആ സുഖത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് അറിയില്ല. ഒരു കാക്ക കപ്പലിന്റെ മേലെ ഇരുന്നു. കപ്പല് സമുദ്രത്തിൽ പോയി, കുറെ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് കാക്ക അറിയണത്. അപ്പൊ കാക്ക കുറച്ചു ദൂരം കിഴക്കോട്ട് പറന്നു. അറ്റം കര കാണാനില്ല, തിരിച്ച് കപ്പലിൽ തന്നെ വന്നിരുന്നു. വടക്കോട്ട് പറന്നു, കര കാണാനില്ല, കപ്പലിൽ തന്നെ വന്നിരുന്നു. പടിഞ്ഞാറ് പറന്നു, കര കാണാനില്ല, കപ്പലിൽ വന്നിരുന്നു. തെക്കോട്ട് പറന്നു, വീണ്ടും കപ്പലിൽ വന്നിരുന്നു. അവസാനം കാക്ക തീരുമാനിച്ചു ഇനി പറക്കണില്ല എന്ന് തീരുമാനിച്ചു. കപ്പലിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കപ്പലെന്നുള്ള ഒരു വിശ്രമസ്ഥാനം ഉണ്ടെന്ന് കണ്ട കാക്കയെ പോലെ ഈ മനസ്സും വിശ്രമസ്ഥാനത്തിനെ കണ്ടിട്ട് പുറത്തു പോവുകയും
പുറത്ത് വിശ്രാന്തി ഇല്ലെന്നും സുഖമില്ലെന്നും ദുഃഖമാണുള്ളതെന്നും വിവേകം ഉദിക്കുകയും ചെയ്ത് പതുക്കെ പലവട്ടം ഇങ്ങനെ പോയ ഈ കാക്ക അവസാനം കപ്പല് വന്നിരുന്ന പോലെ പുറത്തൊക്കെ അലഞ്ഞ് സർവത്ര ദുഃഖമാണോ ഉള്ളത്, ഇനി ഒന്നും നേടിയെടുക്കാനില്ലെന്ന് നല്ലവണ്ണം ബോധ്യമാവുന്ന ചിത്തം അവസാനം വിശ്രമം തന്നിലാണുള്ളത്, വിശ്രാന്തി തന്നിലാണുള്ളതെന്നറിഞ്ഞ് പരമമായ വിശ്രാന്തിക്ക് തയ്യാറെടുത്തുകൊണ്ട് പരമോപശാന്തി, ചിത്തം തന്നിൽ തന്നെ വന്നിരിക്കും. അതിന് അഭ്യസിക്കുന്നതാണ് യോഗം എന്ന് പറയണത്. ഭഗവാൻ ഗീതയിൽ ആ യോഗത്തിനെയാണ് പറഞ്ഞത്. അഭ്യാസേനത്തു കൗന്തേയ വൈരാഗ്യേണച്ച ഗൃഹ്യത്തെ. വൈരാഗ്യവും അഭ്യാസവും കൊണ്ട് പതുക്കെ പതുക്കെ പശുവിനെ കൊട്ടിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ, അതിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടണ പോലെ കെട്ടിയിടുക മനസ്സിനെ. ആത്മാവിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരിക. എന്തെന്തു വിഷയങ്ങളിൽ പെട്ടി മനസ്സ് കിടക്കുന്നുവോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ അതിനെ നിവർത്തിപ്പിച്ചു കൊണ്ടുവരിക. അശ്വമേധത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അശ്വമേധത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആദ്യം അശ്വമേധത്തിനൊരു കുതിരയെ തിരഞ്ഞെടുക്കും രാജാക്കന്മാർ. എന്നിട്ട് ആ കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്ത് അതിനെ പൂജിച്ച് ആരാധിച്ച് അതിനെ പോഷിപ്പിച്ച് വളർത്തി എല്ലാം ചെയ്തിട്ട് അവസാനം ആ കുതിരയ്ക്ക് പുറകിൽ ഒരു കാവൽക്കാരനെയും അയച്ച് ഒരു പടയാളിയും അയച്ച് ആ കുതിരയെ നാട്ടിലൊക്കെ വിടും. എല്ലാ രാജ്യത്തിലും വിടും. എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ കുതിരയെ തടുത്താൽ അവരും ആ യുദ്ധം ചെയ്തിട്ട് ആ കുതിരയെ വിടുവിപ്പിക്കും. എന്നിട്ട് അവസാനം ഇങ്ങനെ സർവ്വരാജ്യങ്ങളിലും പോയി എവിടെയെങ്കിലുമൊക്കെ കുതിര പെട്ടാൽ അവിടുന്നൊക്കെ വിടുവിപ്പിച്ച് കുതിരയെ പിടിച്ചു കൊണ്ടുവന്ന് അവസാനം തിരിച്ച് അതിന്റെ സ്ഥാനത്ത് തന്നെ വരുമ്പോ കുതിരയെ ഹോമിക്കും, വവ ഹോമിക്കും. ഇങ്ങനെയാണ് അശ്വമേധം നടത്തുക രാജാക്കന്മാര്. ഇത് ആന്തരികമാണ്. ശ്രുതി പറയണത് മനസ്സാണ് ഈ കുതിര. അതിനെ നല്ലവണ്ണം പഠിപ്പിച്ച് സത്സംഗത്തിൽ നിന്നൊക്കെ അറിഞ്ഞ് വിവേകം ഉണ്ടാക്കി എല്ലാം ആയി വിവേകമാവുന്ന പടയാളിയോടുകൂടെ ലോകത്തിലേക്ക് വിട്ടാക്കുകയാണ്. പോകുമ്പോ അവിടെ ഓരോ വിഷയങ്ങളിലും ഓരോ ദുഃഖിപ്പിക്കുന്ന ശത്രുക്കളുടെ കയ്യിലും പോയി പെടുവത്. അതൊക്കെ യുദ്ധം ചെയ്ത് അവിടുന്ന് അതിനെ വിടുവിക്കണം. ഇങ്ങനെ കുറേ കഴിഞ്ഞ് അവസാനം സർവത്ര ദുഃഖമുണ്ടെന്ന് കണ്ട മനസ്സ് തിരിച്ച് തന്റെ പിറപ്പിടത്തിലേക്ക് വരുമ്പോ അവിടെയുള്ള ജ്ഞാനമാവുന്ന അഗ്നിയിൽ ആ മനസ്സിനെ അങ്ങോട്ട് ഹോമിച്ച് അസ്തമിച്ചാൽ ശരിയായ അശ്വമേധമായി. അപ്പോഴാണ് അതിന് അശ്വമേധം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഉപനിഷത്ത് ജനിക്കുന്നത്, ജ്ഞാനം ഉണ്ടാവണത്. അപ്പോ പുറമേക്കുള്ള മനസ്സ് യതോ യതോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം തതസ്തതോ നിയമേതത് ആത്മന്യേവ വശം നയേത്. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. യതോ യതോ നിശ്ചരതി മനഃശഞ്ചലമസ്ഥിരം. മനസ്സ് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാണ് പുറത്ത് ചഞ്ചലമായിട്ട് പോണത്. എന്തെങ്കിലും ആഗ്രഹം കൊണ്ടോ എന്തെങ്കിലും വിഷയങ്ങളോടുള്ള ആകർഷണം, അതിനെ നീക്കിയിട്ട് തതസ്തതോ നിയമ്യ ആത്മന്യേവ വശം നയേത്, തന്നിലേക്ക് തന്നെ കൊണ്ടുവരിക. പ്രശാന്ത മനസ്സങ്ങനെ പ്രശാന്തമാവുമ്പോ സുഖം ഉപൈതി, ഒരു സുഖമുണ്ടാവും. ശാന്തരജസം സുഖം, രജോ ഗുണമേ ഇല്ലാത്തതും ശാന്തിയെ ശീതളതയെ അതിന്റെ സ്വരൂപമായിട്ടുള്ളതും സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തശീതളതാച ഇന്ദോഹോ ഇവോദേതി വിചാരിണ. അങ്ങനെ ആത്മവിചാരം കൊണ്ട് പതുക്കെ പതുക്കെ മനസ്സതിന്റെ മൂലത്തിൽ അടങ്ങുമ്പോ സമുദ്രത്തിനെ പോലെ ആഴവും മേരുപർവ്വതം പോലെയുള്ള ഉറപ്പും പൂർണ്ണചന്ദ്രനെ പോലെയുള്ള കുളിർമയും അയാളിൽ ഉദിക്കുന്നു എന്നാണ് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറയണതാണ്. സമുദ്രസേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി. തന്റെ തീരുമാനങ്ങളിൽ മേരുപർവ്വതം പോലെയുള്ള ഉറപ്പ്, അന്തശീതളത, ഉള്ളില് കുളിർമ, പൂർണ്ണചന്ദ്രനെ പോലെ. ഇവോദേതി വിചാരിണ. ഇതൊക്കെ രാമനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വാൽമീകി രാമായണവും വാസിഷ്ഠവും കൂടെ ചേർത്ത് നോക്കിയാൽ കാണാം. വാസിഷ്ഠം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നും വാൽമീകി രാമായണം പിരിഞ്ഞു പോയതാണ്.
നമുക്ക് രാമായണത്തിനെ ശരിക്കങ്ങോട്ട് പിടികിട്ടാതാവണത്. അതുകൊണ്ടാണ് അധ്യാത്മരാമായണം എഴുതിയത് വ്യാസൻ. ശ്രീരാമൻ പട്ടാഭിഷേകമൊക്കെ വിഘ്നമായിട്ട് കാട്ടിലേക്ക് വരുമ്പോ, വനവാസത്തിന് വരുമ്പോ ഭരദ്വാജാശ്രമത്തിലേക്ക് വന്നു. ഭരദ്വാജൻ പ്രതീക്ഷിച്ചത് തന്റെ രാജ്യം നഷ്ടപ്പെട്ട് ദുഃഖിതനായി വിഷണ്ണനായിട്ട് വരുന്ന ഒരു ചക്രവർത്തി കുമാരനെയാണ്. പക്ഷെ ഭരദ്വാജൻ കണ്ടതും ശ്രീരാമൻ ആശ്രമ കവാടത്തിലേക്ക്, ആശ്രമത്തിനകത്തേക്ക് കയറിയപ്പോ ഭരദ്വാജാശ്രമം ശാന്തി കൊണ്ട് നിറഞ്ഞു. ഒന്ന് ആലോചിക്കണം. വാൽമീകി രാമായണത്തിലോ യോഗവാസിഷ്ടത്തിലോ വാൽമീകി 1-2 സ്ഥലത്ത് പറയുന്നുണ്ടെന്നല്ലാതെ വാസിഷ്ടത്തിൽ പൂർണ്ണമായും രാമൻ ഒരു സത്യജിജ്ഞാസ്യവും സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനിയുമാണ്. അവതാരമായിട്ടല്ല. പക്ഷെ സത്യത്തിനെ അറിഞ്ഞ ജ്ഞാനി അവതാരമാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം അയാളിലേക്ക് അന്തര്യാമി അവതരിച്ചു കഴിഞ്ഞു. അപ്പൊ രാമൻ ഭരദ്വാജാശ്രമത്തിൽ പ്രവേശിച്ച് ഭരദ്വാജൻ ശ്രീരാമചന്ദ്രനെ കണ്ട് ശ്രീരാമനെ ആശ്രമത്തിൽ താമസിക്കാൻ അല്പം നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും ശ്രീരാമൻ അത് സമ്മതിച്ചില്ല. എനിക്ക് എവിടെയെങ്കിലും ഏകാന്തമായി താമസിക്കാൻ സ്ഥലം കാണിച്ചു തരൂ. ഞാനിവിടെ താമസിച്ചാൽ എന്നെ കാണാൻ വരുന്ന ആളുകൾ ആശ്രമത്തിന്റെ ശാന്തി ഇല്ലാതാക്കി തീർക്കും. അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലം കാണിച്ചു തരൂ എന്ന് പറയുമ്പോൾ ഭരദ്വാജൻ കൂടെ ചെന്ന് ചിത്രകൂട പർവ്വതം കാണിച്ചു കൊടുക്കാണ്. പുറമേക്കൊക്കെ രാമന്റെ പെരുമാറ്റം സാധാരണ ഒരു പ്രാകൃത മനുഷ്യനെ പോലെയാ. കരയുന്നു ചിലപ്പോ. ഭരദ്വാജൻ കരുണയോടുകൂടെ കൂട്ടിക്കൊണ്ടുപോയി ചിത്രകൂടം കാണിച്ചു കൊടുത്തപ്പോ ലക്ഷ്മണനോട് പറയുന്നു, എത്ര അനുകമ്പയാണ് ഈ ഋഷിക്ക്. ഒന്നുമില്ലാതെ കാട്ടിൽ തെണ്ടാൻ വന്ന നമുക്ക് ഈ ഋഷി അനുകമ്പ കാണിക്കുന്നുവല്ലോ. എന്നോ മുനിഹി അനുകമ്പത്തെ എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു പ്രാകൃതമായി ചിത്രീകരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് പറയൂ. അത് കഴിഞ്ഞിട്ടാണ് ഭരദ്വാജ മുനി, അവിടെ തന്നെ വാൽമീകിയുടെ ആശ്രമമുണ്ട്. ഭരദ്വാജന്റെ ഗുരുവാണ് വാൽമീകി. ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുന്നതായിട്ടാണ് വാസിഷ്ഠം. ഈ രാമന് എന്താണ് വൈശിഷ്ട്യം? രാമൻ അടുത്ത് വരുമ്പോ അത്തരത്തിലൊരു ശാന്തി ഉണ്ടാവുന്നു. സമുദ്രം പോലെ ഒരാഴം, മേരുപർവ്വതം പോലെ തന്റെ തീരുമാനങ്ങളിൽ ഉറപ്പ്. തുഷാരകരബിംബാച്ഛം മനോയസ്യ നിരാകുലം. എല്ലാം പൗർണമി കാലത്തുള്ള ചന്ദ്രനെ പോലെ ശുദ്ധവും സ്വച്ഛവും നിരാകുലവുമായ ഹൃദയം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അതും രാജകുമാരനായിരുന്ന അരമനയിൽ വളർന്ന് രാജ്യഭോഗത്തിനെ ഉപേക്ഷിച്ച് കാട്ടിൽ കയറിയ ആൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാന്നിധ്യം എവിടുന്നുണ്ടായി? അപ്പോഴാണ് ശ്രീരാമചന്ദ്രന് വസിഷ്ഠൻ ഉപദേശിച്ച ബ്രഹ്മവിദ്യയെക്കുറിച്ച് വാൽമീകി ഉപന്യസിക്കുന്നത്. അങ്ങനെയാണ് യോഗവാസിഷ്ഠ ആരംഭിക്കുന്നത്. മനസ്സ് മൂലത്തിൽ അടങ്ങുകയും സത്യത്തിനെ തന്റെ അകമേ ദർശിക്കുകയും ചെയ്തു കഴിയുമ്പോ സാ തീർത്ഥവര്യാമണികർണികാച്ച്, കാശിയിൽ ചെന്ന് ഗംഗയിൽ കുളിച്ചാ പോരാ, മണികർണികാഘട്ടത്തിൽ പോയി മണികർണികയിൽ കുളിക്കണമെന്നാണ്. അതിനുവേണ്ടി പഴയകാലത്ത് ഇവിടുന്ന് നടന്നു പോകും. കാശി യാത്രയായിട്ട് പുറപ്പെടും. അതിനൊക്കെ അതിൻ്റെതായ പ്രയോജനം ഉണ്ടായിരുന്നു. നടന്നൊക്കെ പോകുമ്പോ അത് തന്നെ ഒരു തപസ്സാണ്. ഇപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയി ഇറങ്ങാം, ട്രെയിനിൽ പോയി ഇറങ്ങാം, അല്ലേ? ട്രെയിനിൽ പോയി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ അമ്മ കുളിക്കില്ലാന്ന് പറഞ്ഞു വെള്ളത്തില് പേടിച്ചിട്ട്. എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് ഇന്ന്. മണികർണികാഘട്ടത്തിൽ പോയി കുളിച്ചിട്ട് വരും. എന്നിട്ടും ശാന്തമായോ? രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും. എല്ലാ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട ഒരാളുടെ അടുത്ത് ഒരു സന്യാസി ഒരു ചൊരക്ക കൊടുത്തു. ചൊരക്കയ്ക്ക് അതിന്റെ ഒരു ഗന്ധം അതിനകത്ത്.
ഇതിനെ എല്ലാ തീർത്ഥത്തിലും കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് വരാൻ പറഞ്ഞു. അയാൾ പോകുന്ന തീർത്ഥങ്ങളിലൊക്കെ മുക്കിയിട്ട് വന്നു. തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ ചൊരക്കയില് വാസനയൊന്നും പോയിട്ടില്ല. അപ്പോ ചോദിച്ചു, ഇതിന്റെ ദുർഗന്ധമൊന്നും പോണില്ലല്ലോ ഇത്ര തീർത്ഥത്തിൽ മുക്കിയിട്ട്. തീർത്ഥയാത്രയോ എല്ലാത്തിനും നമ്മൾ മുൻപുള്ള തീരുമാനം പ്രധാനമാണ്. ആധ്യാത്മികം എന്നുള്ള കാര്യം വളരെ വിചിത്രമാണ്. കൃഷ്ണൻ ഗീതയിൽ ഒരു വാക്ക് പറയണു, വ്യവസായാത്മിക ബുദ്ധി എന്നാണ്. അതൊന്നില്ലെങ്കിൽ, അതായത് പൂജയോ ജപമോ അമ്പലത്തിൽ പോകുന്നതോ തീർത്ഥസ്നാനമോ മഹാത്മാക്കളെ കാണുന്നതോ ഒന്നും തന്നെ സ്വതന്ത്രമായ ഒരു ജീവനെ പവിത്രമാക്കണില്ല. അതൊക്കെ പവിത്രമാക്കണമെങ്കിൽ മുൻകൂട്ടി ഈ ജീവന്റെ ഉള്ളിലൊരു സങ്കല്പം ഉദിച്ചിരിക്കണം. സ്വയം തനിക്ക് ഹിതം ചെയ്യാനായിട്ടും പാരമാർത്ഥികമായ ലക്ഷ്യത്തിനെ പ്രാപിക്കാനായിട്ടും സ്വതന്ത്രമാവാനായിട്ടും മുക്തനാവാനായിട്ടും ഈ ജീവൻ തീരുമാനിച്ചിരിക്കണം ഉള്ളിൽ. എന്നാലേ ഇവരെയൊക്കെ കണ്ടാലും പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ളിൽ സ്വയം തീരുമാനിച്ച് തന്റെ മുക്തിക്ക് വേണ്ടി താൻ വ്രതമെടുത്തിട്ടുള്ള ആൾക്ക്, എന്നുവെച്ചാൽ ഇവിടെ ദുഃഖമാണോ ഉള്ളതെന്നും ലോകത്തില് ശാന്തി, നിത്യനിരന്തരമായ ശാന്തി ഹൃദയത്തിലാണെന്നും ആ ശാന്തിയെ കണ്ടെത്തണമെന്നും തീരുമാനിച്ച ആൾക്ക് തീർത്ഥയാത്രയൊക്കെ ആ ലക്ഷ്യത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ മനസ്സ് നിവൃത്തമായി ഹൃദയത്തിൽ അടങ്ങിയിരിക്കും. സാ തീർത്ഥവര്യ മണികർണികാച്ച് ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ. അപ്പൊ എന്താവും? മനസ്സ് നിശ്ചലമാവുമ്പോ ഉള്ളിൽ ഒരു ധാര കാണും നമ്മുടെ. വാസ്തവത്തിൽ നിശ്ചലമായ മനസ്സിന് രമണ ഭഗവാൻ, അതിന് ഭഗവാന്റെ വാക്ക് എന്താന്ന് വെച്ചാൽ, മനസ്സ് അന്തർമുഖമായി തന്റെ മൂലത്തിൽ അടങ്ങുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഉദിച്ചുവോ അവിടെ അടങ്ങുകയും അവിടെ മറ്റൊരു ഞാൻ, മറ്റൊരു വസ്തു താൻ താനായി പ്രകാശിക്കും എന്നാണ് ഭഗവാന്റെ വാക്ക്. അഹമയം കുതോ ഭവതി ചിൻവത ഐപതത്യഹം നിജവിചാരണം അഹമിനാശഭാജി അഹം അഹം തയാ സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ സത്. അതിന് ധാര എന്ന് ഭഗവാന്റെ വാക്കതാണ്. ധാര, കറണ്ട്. ആ ധാരയാണ് ഇവിടെ ജ്ഞാനപ്രവാഹ എന്ന് പറഞ്ഞത്. ചിത് ശക്തി. കുഞ്ചസ്വാമി ഭഗവാനെ കുറിച്ച് പറഞ്ഞു വളരെ ചിത്രം വരച്ച നമ്മൾ മുമ്പിൽ കാണുന്ന പോലെ രമണ ഭഗവാനെ പറയും. അപ്പൊ കുഞ്ചസ്വാമി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ പറയും, ചിലപ്പോ ഭഗവാൻ കഥയൊക്കെ പറയും. അപ്പൊ ഒരു ദിവസം 2 ദിവസമൊക്കെ രമണ മഹർഷി ചില കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കഥ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരും. പ്രഭുലിംഗ ലീലയോ പെരിയ പുരാണത്തിലെ കഥകളോ അല്ലെങ്കിൽ താൻ മലയിലിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളോ എന്തെങ്കിലും, ചിലപ്പോൾ വേദാന്ത വിഷയങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതോ അതെടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ കുഞ്ചസ്വാമി പറയും. ആ വാക്കുകളും ആ ഒഴുക്കും അതിങ്ങനെ പറഞ്ഞു വരുമ്പോഴും പതുക്കെ 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 പറഞ്ഞ് പെരുമഴ പെയ്യണ പോലെ ഒരു കറണ്ട്, ആ ധാര മുറിയാതെ അവിഛിന്നമായ. അപ്പൊ സ്വാമി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ധാര. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതൊക്കെ അസ്തമിക്കും. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കുഞ്ചസ്വാമി പറയും, അപ്പോഴും ഞങ്ങൾ ഭഗവാന്റെ സന്നിധിയിൽ ആ ധാരയെ കാണും. ആ വാക്കുകളൊക്കെ നിന്നിട്ടുണ്ടാവും, ആ കഥ പറയണതൊക്കെ നിന്നിട്ടുണ്ടാവും, ആ വാക്കുകളൊക്കെ ശമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കറണ്ട്, ആ സ്രോതസ് അപ്പോഴും ആ സന്നിധിയിലുണ്ടാവും. ഞങ്ങൾക്കൊന്നും അടുക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ ധൈര്യം വരില്ല, ഭഗവാനോ ഒന്നും മിണ്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ മിണ്ടുന്നത് കൊണ്ടോ മൗനമായിരിക്കുന്നത് കൊണ്ടോ ഒന്നും നഷ്ടമാവണില്ല എന്ന്. മിണ്ടിയാലും മിണ്ടാതിരുന്നാലും നമ്മൾക്ക് കിട്ടുന്നത് ആ വാക്കുകളിലൂടെയല്ല, ആ വാക്കിനു പുറകിലുള്ള ജ്ഞാനപ്രവാഹം വേറെയാണ്. അത് ധാര, ആ സ്രോതസ് വേറെയാണ്, ആ ചിത്ശക്തി വേറെയാണ്. ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ സാകാശികാഹം നിജബോധരൂപ. അങ്ങനെ അന്തർമുഖമായി തന്റെ മൂലത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെയുള്ള ആ ധാരയിൽ കുളിക്കണം, ആ സ്രോതസ്സിൽ കുളിക്കണം.
ആ ആകാശഗംഗയിൽ കുളിക്കണം. അതിൽ കുളിച്ചാൽ പിന്നെ പുനർജന്മമില്ല. അതാണ് ഗംഗാസ്നാനം. ആ ഗംഗാസ്നാനം ചെയ്താൽ ദീപാവലിക്ക് രാവിലെ ഗംഗാസ്നാനം ചെയ്യണമെന്നാണ് അല്ലേ? ശരിക്ക് നരകാസുരനെ വധിച്ച് ഗംഗാസ്നാനം ചെയ്ത് വിളക്കൊക്കെ കൊളുത്താം. അപ്പൊ ശരിയാവും. അപ്പൊ ആന്തരികമായ ആ ഗംഗാസ്നാനം ചെയ്താൽ പിന്നെ ജനനമില്ല, മരണമില്ല. സ്വർഗസോപാന പങ്ക്തി ആണത്. അതിലൂടെയാണ് നമ്മൾ സത്യത്തിലേക്ക് യാത്ര ചെയ്യണം. ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗ. ആ ഗംഗ പ്രവഹിക്കുന്ന പിറപ്പിടമതോ ആ കാശിക നിജബോധരൂപാം. അഷ്ടാമലകൻ പറഞ്ഞതെന്താ? നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ. നിത്യവും കിട്ടിയിട്ടുള്ളതും എപ്പോഴും അനുഭവത്തിലിരിക്കുന്നതും ഞാൻ അഹം 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 എന്ന അനുഭവത്തിന്റെ സ്വരൂപമായിട്ടുള്ളതും ശുദ്ധമായ അഹം സ്ഫൂർത്തിയെ സ്വരൂപമായിട്ടുള്ളതും ആയ ആ വസ്തുവാണ് ഞാൻ. ആ നിജബോധരൂപമായ അന്തര്യാമിയെ, ആത്മാവിനെ, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവിനെ അകമേ സാക്ഷാത്കരിച്ചാൽ ഈ ശരീരം കാശിക്ഷേത്രമാവും. സാകാശികാഹം നിജബോധരൂപ. സാധനയുടെ മുഴുവൻ എസൻസ് അവിടെയാണ്. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയാ മണികർണികാച്ച് ജ്ഞാനപ്രവാഹ വിമലാദിഗംഗാം സാകാശികാഹം നിജബോധരൂപ. അടുത്ത ശ്ലോകം. യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈകാ പരമാത്മരൂപ സാകാശികാഹം നിജബോധരൂപ. യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം ചരാചരം ഭാതി മനോവിലാസം സച്ചിത് സുഖൈകാ പരമാത്മരൂപ സാകാശികാഹം നിജബോധരൂപ. സച്ചിത് സുഖൈകാ പരമാത്മരൂപ കാശികാം. യസ്യാം യാതൊന്നിൽ ഇതം കൽപ്പിതമിന്ദ്രജാലം, ഈ പ്രപഞ്ചമാവുന്ന ഇന്ദ്രജാലം ഏതൊന്നിൽ കൽപ്പിതമാണോ, ഏതൊന്ന് സച്ചിത് സുഖസ്വരൂപമാണോ, പരമാത്മസ്വരൂപമാണോ ആ കാശി, ആ കാശിക, ആ പ്രകാശമാനമായ വസ്തു, വിഭ്രാജമാനമായ വസ്തു, ആ ബോധം എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. യസ്യാമിതം കൽപ്പിതമിന്ദ്രജാലം. മനസ്സ് നിവൃത്തമാവുമ്പോഴാണ്, മനസ്സ് പ്രവൃത്തമാവുമ്പോ ഉണ്ടാവണ ഇന്ദ്രജാലമൊക്കെ മനസ്സിലാവണതേ. അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നമുക്കിത് പിടികിട്ടുകയേയില്ല. ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ പറഞ്ഞു, ന രൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ചാദിഹി ന ച സംപ്രതിഷ്ഠ. ഈ ജഗത്തിന് ആദി എന്താണെന്നും അന്തം എന്താണെന്നും ഇതിന്റെ രൂപം എന്താണെന്നും ഒരാൾക്കും ഇതിനകത്തിരുന്നു കൊണ്ട് പിടികിട്ടുകയേയില്ല, മനസ്സിലാവുകയില്ല. പിന്നെ എങ്ങനെയാ അത് മനസ്സിലാവുക? അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ തതഃപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയാഹം. ഈ അശ്വത്ഥം, അതായത് ഈ മനസ്സിനെ വേരോടെ പിഴുതെടുക്കാം. അതിന്റെ വേരെന്താ? മനസ്സിന്റെ വേരെന്താണ്? ഞാൻ എന്നുള്ള അഹംവൃത്തിയാണ്. ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഇല്ലാതെ നീ അവൻ എന്നുള്ള ചിത്തവൃത്തികളൊന്നും ഉദിക്കില്ല. എല്ലാ ചിത്തവൃത്തികൾക്ക് പുറകിലും ഞാൻ എന്നുള്ള ഇൻഡിവിജ്വാലിറ്റി, പ്രഥമ വികാരം ഊടും പാവുമായി കിടക്കണുണ്ട്. അതാണ് മനസ്സിന്റെ വേരും. തായ് വേര്. ചില തയ്യൊക്കെ വെക്കുമ്പോ തായ് വേര് പോയാൽ തൈ പിടിക്കില്ല. അതുപോലെ മനസ്സാവുന്ന ഈ ചെടിക്ക് തായ് വേര് അഹങ്കാരാണ്.
ആ അഹങ്കാരം ഉദിക്കുമ്പോഴാണ് ബാക്കിയൊക്കെ ഉദിക്കണത്. நான் உதியாது உள்ள நிலை, நாம் அதுவாய் உள்ள நிலை. நான் உதிக்கும் സ്ഥാനമதை നാടാമൽ നാനുദിയാ തന്നിഴപ്പൈ ശാർവതവൻ. രമണ ഭഗവാൻ ഉള്ളത് 40 പറഞ്ഞു. ഇത് നമുക്ക് മഹാവാക്യം പോലെയുള്ള ശ്ലോകമാണ് ഈ ശ്ലോകം. ഇതിന്റെ മർമ്മമാണ് ആത്മവിചാര സാധനയുടെ മുഴുവൻ എസൻസാണിത്. നാൻ ഉദിയാത് ഉള്ള നില, നാം അതുവായുള്ള നില. അത് എന്നേ പറഞ്ഞുള്ളൂ, അത് എന്തെന്ന് പറഞ്ഞില്ല. ആ പൂർണ്ണത, നിശ്ചലത, നമ്മളുടെ സ്വരൂപം, അത് അതിനെ ഇതാക്കി തീർക്കുന്നത് അഹങ്കാരമാണ്. വ്യക്തിത്വം, ഇമേജ്, അസ്യൂംഡ് മീ. അപ്പോ ആ ഞാൻ ഉദിക്കും സ്ഥാനമതൈ നാട്. ആ ഞാൻ എവിടെ ഉദിക്കണു? ഞാൻ എന്താണ്? മനോനിവൃത്തിക്ക് അതാണ് വഴി. ഞാൻ എന്താണ്? ഞാൻ ആരാണ്? ഞാൻ എന്ന് തോന്നണുണ്ടല്ലോ, അതെവിടെ ഉദിക്കണു? ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ്? നിത്യനിരന്തരമായ ആത്മവിചാരം, സന്തതം ശലിപ്പര സന്തോഷമാകവേ, എപ്പോഴും വിഷമിക്കാതെ, തളർന്നു പോവാതെ, സന്തോഷമായി, സംതൃപ്തിയായി ഈ അന്തർമുഖത്തെ ചെയ്തുകൊണ്ടേയിരിക്കാം. എന്ത് വിഷമത്തിനും ഈ ഒരു ചോദ്യം മരുന്നാണ്, ഒറ്റമൂലിയാണ്. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ അപൂർവമാണ്. അതായത് എന്ത് രോഗം വന്നാലും ഒറ്റ മരുന്ന് കൊടുക്കും. അതുപോലെ നമ്മളുടെ രോഗത്തിന്, ഭവരോഗത്തിന് ഒറ്റ മരുന്നേ ഉള്ളൂ. ഈ രോഗമൊക്കെ ആർക്ക് എന്ന് ചോദിക്കാം. ഈ വിഷമമൊക്കെ ആർക്കാണ്? മനസ്സ് ചഞ്ചലമായിരിക്കണം. ആരുടെ മനസ്സ്? കോപം വരുന്നു. ആർക്ക് കോപം? വിഷമം സഹിക്കവയ്യ. ആർക്കാ സഹിക്കവയ്യാത്തത്? എല്ലാത്തിനും ഉത്തരം എന്താ? എനിക്ക്, ഞാൻ, എന്റെ വിഷമം, എന്റെ പ്രശ്നം, എനിക്ക് തീരണം, എന്റെ കുടുംബം. ശ്രദ്ധിച്ചാ മതി. ശ്രദ്ധിച്ചാ കാണാം ഈ മൂവ്മെന്റ് ഓഫ് മീ 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 എന്റെ 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 അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് നമ്മളുടെ മുഴുവൻ വ്യക്തിത്വത്തിന്റെ തായ്വേരാണ് ആ ചലനം. ആ ചലനത്തിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, അകമേക്ക് ശ്രദ്ധിക്കുകയാണ്. എല്ലാ സാധനയും അവസാനം അവിടെ കൊണ്ട് എത്തിക്കണം. ചിലത് വ്യക്തമാർഗമാണ്, ചിലത് അവ്യക്തമാർഗമാണ്. അത്രേ ഉള്ളൂ. ഭക്തിമാർഗത്തിൽ ഭഗവാനേ ഉള്ളൂ, ഞാനില്ല, ഞാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, ഭഗവാൻ മാത്രമാണ് സത്യവസ്തു എന്നൊക്കെ പറഞ്ഞ് ശരണാഗതി ചെയ്യുമ്പോഴും ചുരുക്കത്തിൽ ഈ ഭക്തൻ ചെയ്യണത് എന്താ? ഈ അഹങ്കാര ചലനം, ഈ പ്രഥമ വികാരത്തിന്റെ ചലനത്തിനെ മൂലത്തിൽ ഒടുക്കിക്കളയാണ്. അവ്യക്തമായി ചെയ്യണു, അത്രയേ ഉള്ളൂ. ജ്ഞാനവിചാരമാർഗത്തിൽ ബോധപൂർവം ചെയ്യണു, അത്രയേ ഉള്ളൂ. ജ്ഞാനവിചാരമാർഗത്തിൽ ശ്രദ്ധിക്കണു നമ്മള് എങ്ങനെയാ ഇത് നമ്മളെ പറ്റിക്കണത് എന്നാണ്. ആ മൂലത്തിൽ നിന്നും ഒരു പ്രത്യേക വ്യക്തിത്വം പൊന്തി വന്ന് ഞാൻ എന്ന് ഐഡന്റിഫൈ ചെയ്ത്, പിന്നെ എനിക്ക് ഭയം, എനിക്ക് ജീവിക്കണം, എന്റെ ജീവിതം, എന്റെ പ്രശ്നം, എനിക്ക് രക്ഷപ്പെടണം, ലൗകികമൊക്കെ വിട്ട് ആധ്യാത്മികത്തിൽ വന്നാൽ എനിക്ക് ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണം, എനിക്ക് ഭക്തി വേണം, എനിക്ക് ഒന്നും കിട്ടണില്ല. ആശ്ചര്യം എന്താ അറിയോ? ഇത്രയൊക്കെ ഞാൻ വായി തുറന്ന് പറഞ്ഞാലും, എത്ര പ്രാവശ്യം കേട്ടാലും, എത്രയൊക്കെ തന്നെ ഇതൊക്കെ വായിച്ചാലും, അങ്ങനെയുള്ള ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് കുറെ ദിവസമായി ആത്മവിചാരമേ ചെയ്യാൻ പറ്റണില്ല. ഒന്നുമില്ല. ആരാ പറയണത്? ഇതാരാ പറയണത്? ഉള്ളിലുള്ള ചൈതന്യം പറയോ? ഇല്ല. ജഡമായ ശരീരം പറയോ? ഇല്ല. പിന്നെ ആരാ? കള്ളം കപ്പല് തന്നെ എന്നാണ്. കള്ളം കപ്പല് തന്നെ. അപ്പൊ പിന്നെയും യു ആർ ഡെലൂഡഡ് ബൈ ദാറ്റ് സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി. അപ്പൊ ചോദിക്കുക, ആർക്കാണ് ചെയ്യാൻ പറ്റാത്തത്? ഇത്തിരി ശ്രദ്ധ മതി. നമ്മൾ ആ പ്രശ്നം വരുമ്പോഴൊക്കെ തന്നെ ചടഞ്ഞുകൂടി കെട്ടിപ്പിടിച്ച ഒരു സ്ഥലത്ത് ഇരുന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ആരാ നമ്മളെ പറ്റിക്കണത്? ആരാണിത് ചെയ്യണത്? ആർക്കാണ് ഈ ചെയ്യാൻ പറ്റണില്ല, എനിക്ക് അത് പറ്റണില്ല, ഇത് പറ്റണില്ല? ആരാ ഈ പറ്റണ ആള്?
ഈ ഞാൻ എന്താണ്? ശ്രദ്ധിച്ചാൽ ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നാൽ ആ ചോദ്യം എന്താണ് അതിനുള്ള ഉത്തരം ആൻസർ ഒന്നുമില്ല അതിന്. ഇറ്റ്സ് ആൻ ആൻസർലെസ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് എക്സ്പീരിയൻസ്. അവിടെ ഒരു നിശ്ചലത ഉണ്ടാവും. ഞാൻ എന്ന് ഉദിക്കില്ല. അവിടെ എന്തുണ്ടോ അതുണ്ട്. അതിനെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഭഗവാനാണെന്നും ഭഗവാനാണ് നിയന്ത്രിക്കണതെന്നും ഭഗവാന്റെ കയ്യിൽ ഞാൻ യന്ത്രമാണെന്നും ഒക്കെ നിങ്ങൾ വാക്കുകൊണ്ട് പറയുമ്പോൾ പറയാം. പക്ഷെ അനുഭവ മണ്ഡലത്തിൽ നിശ്ചലതയേ ഉള്ളൂ. വാക്ക് പറയണമെങ്കിൽ പിന്നെയും ഇയാൾ വന്നിട്ട് വേണം പറയാൻ. പറയണമെങ്കിൽ ഇയാൾ വന്നിട്ട് വേണം പറയാം. ഇപ്പൊ ഗീതയിൽ പറയണ പോലെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി തമേവ ശരണം ഗച്ഛ എന്നൊക്കെ പറയണത് പോലും വാക്ക് ഉദിച്ചിട്ടാണ്. അപ്പൊ ശരണാഗതി ചെയ്യുന്ന ഒരാളും ഈശ്വരൻ നിയന്ത്രിക്കുന്ന ഒരാളും ഒക്കെ രണ്ടെണ്ണമൊക്കെ വന്നു. അവിടെ അനുഭവത്തിൽ വരുമ്പോ നിശ്ചലതയേ ഉള്ളൂ. ഞാനില്ല, ചിത്തമില്ല, വ്യക്തിത്വമില്ല, ഒരു സൈലൻസേ ഉള്ളൂ. ശരീരം പ്രവർത്തിക്കണം, പലതും ചെയ്യണു ലോകത്തിലും. അത് അനിർവചനീയമായ ഒരു ശക്തി എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു ആ ശരീരത്തിനെ കൊണ്ട്. ഞാൻ ഉദിയാത് ഉള്ള നിലൈ, അതാണ് നിവൃത്തമായ മനസ്സിന്റെ സ്റ്റേറ്റ്. മനസ്സ് തന്റെ മൂലത്തിൽ, പിറപ്പിടത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോ മനസ്സല്ലാതായിട്ട് മാറണു. അവിടെ മറ്റെന്തോ പ്രവർത്തിക്കണു. അതിനെ ഭഗവാന്റെ കൃപാശക്തി എന്നോ ഹിതൈഷിണി ശക്തി എന്നോ ചിത് ശക്തി എന്നോ ഹ്ലാദിനി ശക്തി എന്നോ ഒക്കെ അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച് പറയാം. എന്തായാലും ആ തലത്തിൽ നമ്മൾ അടങ്ങിയാൽ നമ്മൾക്ക് പരമമായ ലാഭമുണ്ടായി. ശരീരം ഇരിക്കുമ്പോ തന്നെ നമ്മളുടെ മരണത്തിനെ നമ്മൾ കണ്ടു എന്നുവെച്ചാൽ നമ്മളുടെ ഇമേജിന്റെ ഡെത്ത്, നമ്മളുടെ വ്യക്തിത്വത്തിന്റെ അസ്തമനവും അസ്തിത്വത്തിന്റെ പ്രകാശനവും ഉള്ളിൽ കണ്ടു കഴിയുമ്പോ പിന്നെ മരണത്തിന് ഭയപ്പെടാനില്ല. ഇനി ആര് മരിക്കും? മരിക്കാനുള്ള ആരാ? ഈ ശരീരം കുറെ കഴിയുമ്പോൾ വീണു പോകും. പക്ഷേ ഉള്ളിലുള്ള സത്യത്തിന് ഒരു ബാധയുമില്ലെന്നും ആ സത്യം ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തിയിട്ട് തന്നെ ഇല്ലെന്നും ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തി മരണത്തിനെ ഭയപ്പെടുകയും ജീവിതത്തിനെ ആശിക്കുകയും വ്യാധിയെ ഭയപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വ്യക്തിത്വം വാസ്തവത്തിലുള്ള എന്റെ സ്വരൂപമല്ലെന്നും അത് ദിവസം സുഷുപ്തിയിൽ ഇല്ലാതാവുന്നുണ്ട്, സ്വപ്നത്തിൽ മാറിക്കാണിക്കുന്നുണ്ട്, ജാഗ്രതത്തിൽ വേറെ വേഷം കിട്ടുന്നുണ്ട്, ഈ വ്യക്തിത്വം എന്റെ ശരിയായ സത്തയല്ലെന്നും എന്റെ വാസ്തവത്തിലുള്ള സത്ത നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിട്ടുള്ളതാണെന്നും ഉള്ളിൽ ഉണർവ് കൊണ്ട് കാണുമ്പോ ആ ഉണർവ് ഉദിച്ചവൻ നടമാടുന്ന തീർത്ഥമാണ്. തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത എന്ന് അങ്ങനെയുള്ള ആളെയാണ് ഭാഗവതം പറഞ്ഞത്. അയാൾ ഏതെങ്കിലും പൊട്ടക്കുളത്തില് മുങ്ങിയാൽ ആ കുളം തീർത്ഥമാവും. അവരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാം പവിത്രമാവും. അപ്പൊ മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവർയ മണികർണികാച ജ്ഞാനപ്രവാഹ വിമലാദിഗംഗാ സാ കാശികാഹം നിജബോധരൂപ. നിജബോധരൂപമായ ആ കാശികയെ ഹൃദയത്തിൽ കണ്ടു കഴിയുമ്പോ വാസ്തവത്തിലുള്ള തീർത്ഥയാത്രയായി. ബാഹ്യമായ തീർത്ഥയാത്രയൊക്കെ തന്നെ ഇതിന് സഹായിക്കുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പരിശ്രമം തത്ര സമീക്ഷമാണ്. ഭാഗവതം പറഞ്ഞു, കുറേ മെനക്കെടും, കുറേ വിഷമിക്കും, കുറേ പലതും ചെയ്യും, തളർന്നു പോവും. എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യസ്ഥാനം ഇതാണ്. സ്നാതം തേന സമസ്തവാരി നിവഹോ സമ്പൂർണം ജഗദേവ നന്ദന വനം സർവേപി കൽപദ്രുമാഹ ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ പുണ്യാ സമസ്താഃ ക്രിയാഃ വാചഃ പ്രാകൃത സംസ്കൃതം ശ്രുതിശിരോ വാരാണസീ മേദിനി സർവാവസ്ഥിതി അസ്യ വസ്തുവിഷയാ ദൃഷ്ടേ പരബ്രഹ്മണി. കേട്ടുണ്ടോ ഈ ശ്ലോകം?
സമ്പൂർണം ജഗദേവ നന്ദനവനം. അയാൾക്ക് ഇനി സ്വർഗത്തിൽ പോയൊരു നന്ദനവനമൊന്നും വേണ്ട. അയാള് നിത്യനിരന്തരം വൈകുണ്ഠവാസിയാണ്. ഞാൻ ഭാഗവത മഹീപതി എഴുതിയ തുക്കാറാമന്റെ ജീവചരിത്രം വായിക്കായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം അങ്ങനെ നഗരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ചുറ്റാൻ പോയി കളയും. എവിടെയാന്ന് പോയി പിടിച്ചോണ്ട് വരണം. എവിടേക്കാ പോണതെന്ന് വെച്ച് ചിലർ പോയി ചോദിക്കുമ്പോ എവിടെ പോണെന്ന് ചോദിച്ചാൽ വൈകുണ്ഠത്തിലേക്ക് പോണമെന്ന്. വൈകുണ്ഠം ഉള്ളിൽ കണ്ട ആളുടെ സകല യാത്രയും വൈകുണ്ഠത്തിലേക്കാണ്. പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിട്ട് തോന്നും. അവരീ പുറമെ ശരീരം ഇങ്ങനെ അലയാണ്, ഉള്ളിൽ വൈകുണ്ഠയാത്രയാണ്. സമ്പൂർണം ജഗദേവ നന്ദനവനം. അവർക്ക് ഈ ലോകം തന്നെ നന്ദനവനമാണ്. സർവേപി കൽപദ്രുമാഹ. എല്ലാ വൃക്ഷങ്ങളും കൽപ്പകവൃക്ഷങ്ങളാണ്. ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ. എവിടെ ഉള്ള വെള്ളമും ഗംഗാജലമാണ്. പുണ്യാ സമസ്താ ക്രിയാഹ. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യമാണ്. പ്രാകൃത സംസ്കൃതം വാചം. അവര് പ്രാകൃതമോ സംസ്കൃതമോ എന്ത് പറഞ്ഞാലും ശ്രുതിശിരഹ, അത് ഉപനിഷത്താണ്. വാരാണസി മേദിനി. ഭൂമി മുഴുവൻ അവർക്ക് വാരാണസിയാണ്, കാശിയാണ്. വാരാണസി മേദിനി സർവാവസ്ഥിതിരസ്തി അസ്യ വസ്തുവിഷയ. അവര് ഇരിക്കട്ടെ, നടക്കട്ടെ, കിടക്കട്ടെ, വ്യവഹരിക്കട്ടെ, നിത്യനിരന്തരം അവർക്ക് വസ്തു പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടേ പരബ്രഹ്മണി. ഹൃദയത്തിൽ ബ്രഹ്മദർശനം സാധിച്ച് സ്വയമേവ ബ്രഹ്മഭൂതന്മാരായിട്ടുള്ള ജീവൻ മുക്തന്മാർക്ക് സർവചരാചരവും വ്യവഹാരവും വസ്തുവിഷയമായിട്ടുള്ളതാണെന്നാണ്. എന്നുവെച്ചാൽ ഭഗവത് ദർശനം അവർക്ക് ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്നതല്ല, നിത്യനിരന്തരമാണ്. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.